So hello everyone, welcome back to it. So multivariable second module part 2 limits and continuity in section discuss ചെയ്യുന്നത്. So first of all, limit definition. Single variable limit definition എന്താ നമുക്കറിയാം. limit extends to x not f of x equal to L ആണെന്നുണ്ടെങ്കിൽ ഒരു epsilon and delta എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് ഉണ്ട്. epsilon greater than 0 and delta greater than 0 and 0 less than x less than delta whenever f of x minus L less than epsilon എന്നുള്ളത്. അപ്പോൾ അത് മൾട്ടി വേരിയബിളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു ഫംഗ്ഷൻ എഫ് അതിനെ ലിമിറ്റ് എക്സ് കോമ വൈ ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എൽ ആണ്. അതായത് എക്സ് വൈയും എക്സ് നോട്ടും വൈയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ലിമിറ്റ് വരുന്നത് എല്ലാണ് എപ്പോൾ ഈ ഫോർ എവറി നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a corresponding number delta greater than 0 such that for all xy in the domain of f 0 less than root of x minus x naught whole square plus y minus y naught whole square less than delta, which implies mod f of x y minus L less than epsilon. So അതാണ് ഡെഫിനിഷൻ വരുന്നത്. അതായത് നമ്മൾ epsilon greater than 0 ആണ്, delta greater than 0 ആണ്, and limit extend xy tends to x naught y naught f of xy is equal to L ആണെന്നുണ്ടെങ്കിൽ വേണ്ട epsilon delta ഡെഫിനിഷൻ ആണ് 0 less than root of x minus x naught whole square plus y minus y naught whole square less than delta whenever mod of f of xy minus L less than epsilon. And ഇതിലെ ഡെൽറ്റ എപ്സിലോണിൻ്റെ നമ്മളെങ്ങനെ കണ്ടെത്തുന്നത് വെച്ചാൽ the delta epsilon requirement in the definition of limit is equivalent to the requirement that given epsilon greater than 0 there exists a corresponding delta greater than 0 so that for all x ഡെൽറ്റ ആൻഡ് എപ്സിലോൺ ഇത് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ നമ്മൾ ഈ ഡെഫിനേഷന് വേണ്ടി കണ്ടെത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിക്വയർമെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡെൽറ്റ എന്ന ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ആൻഡ് 0 ലെസ് ദാൻ എക്സ് ലെസ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് 0 ലെസ് ദാൻ മോഡ് വൈ മൈനസ് വൈ നോട്ട് ലെസ് ദാൻ ഡെൽറ്റ whenever f of x y minus L less than epsilon. സോ ഈ ഒരു റിക്വയർമെൻറ്റിലാണ് അതായത് ഡെൽറ്റ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് നോട്ടിൻ്റെയും വൈ മൈനസ് വൈ നോട്ടിനോടും ലെസ് ദാൻ ആയിരിക്കണം. ദെൻ വെനെവർ ആ സമയത്ത് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എൽ എന്തായിരിക്കണം ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ആ റിക്വയർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡെൽറ്റയും എപ്സിലോണും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളൊരു ഫംഗ്ഷൻ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലെയിനിനകത്ത് വരുന്ന ഈ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസോ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡെഫിനിഷൻ ലിമിറ്റിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ ഡൊമൈനിലെ എല്ലാ വാല്യൂസിനും ബാധകമുണ്ട്. അതായത് ബൗണ്ടറി പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് എല്ലാം തന്നെ ഈ ഒരു ഡെഫിനിഷൻ ലിമിറ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഡെഫിനിഷൻ അതിൽ ബാധകമാണ്. ആൻഡ് ഇനി ഈ ഫംഗ്ഷൻ ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൾട്ടി വേരിയബിൾ ആയിട്ടുള്ള ഒരു പ്ലെയിനിലാണ് ഈ ഇക്വേഷൻ വരുന്നത് ഫംഗ്ഷൻ വരുന്നത്. പക്ഷേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ്. അതായത് ലിമിറ്റ് എക്സ് വൈ ഇവിടെ ഒരു ഫംഗ്ഷൻ എക്സ് ആണ് വരുന്നത്. അപ്പോൾ അതിന് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് ആയിരിക്കും. അതായത് ഒരു സിംഗിൾ വേരിയബിൾസിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ സിംഗിൾ വേരിയബിൾ വരികയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് ആയിരിക്കും. ആൻഡ് വൈ എന്ന് പറയുന്നത് വൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് വൈ നോട്ട് ആയിരിക്കും. ആൻഡ് കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു നമ്പറൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ആ കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. അതായത് കെ തന്നെ ആയിരിക്കും. ഓക്കെ. ആൻഡ്
ഇനി അത് സമ്മിലും ഡിഫറൻസിലും പ്രൊഡക്റ്റിലൊക്കെ തന്നെ ലിമിറ്റിൽ വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഒരു സിംഗിൾ വേരിയബിൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് രണ്ട് ഫങ്ഷൻസ്, അത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ്. അങ്ങനെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ഫങ്ഷൻസിന് രണ്ട് വാല്യൂസ് ഉണ്ട്, ഒന്ന് എല്ലും ഒന്ന് എമ്മും ആണ് അതിൻ്റെ ലിമിറ്റ്സ് എന്ന് കണക്ക് സപ്പോസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഫംഗ്ഷൻ്റെ സമ്മിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റിൻ്റെ സം ആയിരിക്കും, അതായത് എൽ പ്ലസ് സം ആയിരിക്കും. ഫംഗ്ഷൻ മൈനസ് ചെയ്യുന്നത് ലിമിറ്റ് മൈനസ് എം അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അത് തന്നെയാണ് അതിൽ വരുന്നത്. രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ജി ഓഫ് എക്സ് വൈ, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് രണ്ടിലും ലിമിറ്റ് ചെയ്യാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈയിൽ എല്ലാണ് ലിമിറ്റ് വരുന്നത്, ജി ഓഫ് എക്സ് വൈയിൽ എം ആണ് ലിമിറ്റായിട്ട് വരുന്നത്. അപ്പോൾ സം റൂൾ, അതായത് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എം ആയിരിക്കും. ദെൻ ഡിഫറൻസ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എൽ മൈനസ് എം ആയിരിക്കും. ദെൻ പ്രോഡക്റ്റ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എം ആയിരിക്കും. ഇനി കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ ആയിരിക്കും. ഈ കോഷ്യൻ്റ് ആയിട്ടാണ് ഈ രണ്ട് ഫംഗ്ഷൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ബൈ ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എൽ ബൈ എം ആയിരിക്കും. ഇഫ് എം നോട്ട് ഈക്വൽ ടു 0 ആകാൻ പാടില്ല. ദെൻ പവർ റൂളിൽ സെയിം ആയി തന്നെ, അതായത് ഇപ്പോൾ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഹോൾ റേസ് ടു എം ബൈ എൻ ഇസ് ഈക്വൽ ടു എൽ റേസ് ടു എം ബൈ എൻ ആയിരിക്കും. ദെൻ അതാണ് അതിൻ്റെ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ എല്ലാ ലിമിറ്റ്സും എക്സ് വൈ ടെൻസ് എക്സ് നോട്ട് വൈ നോട്ടിലാണ് എടുക്കുന്നത്. ആൻഡ് എൽ ആൻഡ് എം എന്ന് പറയുന്നത് രണ്ടും ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് 0 1 എക്സ് മൈനസ് എക്സ് വൈ പ്ലസ് 3 ഡിവൈഡ് ബൈ സ്ക്വയർ വൈ പ്ലസ് 5xy മൈനസ് വൈ ക്യൂബ്. അപ്പോൾ ഇതിനകത്ത് എന്താ വെച്ചാൽ രണ്ട് ഫങ്ഷൻസ് ഉണ്ടല്ലേ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടീസിൽ കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു എഫ് ഓഫ് എക്സ് വൈ ആയിട്ടും ഇതിന് ജി എഫ് എക്സ് വൈ ആയിട്ടും കണക്കായിക്കൂടെ. പിന്നെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ജസ്റ്റ് ഇത് രണ്ടിലും അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈന് 0 1 അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് 0 ആയിട്ട് വരും. എക്സ് മൈനസ് 0 ഇൻറ്റു 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ, ഇനി ജി ഓഫ് എക്സ് വൈനെ ലിമിറ്റ് ചെയ്യുമ്പോൾ കിട്ടും 0 1 അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 0 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 5 ഇൻറ്റു 0 ഇൻറ്റു 1 മൈനസ് 1 ക്യൂബ് മൈനസ് 1 ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ 3 ബൈ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടി. ഇനി ലിമിറ്റ് ഓഫ് എക്സ് വൈ ടെൻസ് ടു 3 മൈനസ് 4 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ വിളിച്ച പവർ റൂൾ യൂസ് ചെയ്താൽ മതി. ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് വൈയുടെ റൂട്ടാണ്. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഹോൾ റൈസ് ടു 1/2 ആണ്. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് വരുന്നത് അതിൻ്റെ ലിമിറ്റ് എന്താണ്, ആസ് ലിമിറ്റ് അക്രോസ് 3 മൈനസ് 4. 3 മൈനസ് 4 തന്നെ ലിമിറ്റ് പോകുമ്പോൾ എന്തായാലും വരിക എക്സ് സ്ക്വയർ ഈ 3 സ്ക്വയറിന് വരിക 9. 4 മൈനസ് 4 സ്ക്വയർ ബൈ സ്ക്വയർ ഇടുമ്പോൾ
-4 ഹോൾ സ്ക്വയർ, അതായത് 16 വരും. എന്ത് കിട്ടി? 25 എന്ന് കിട്ടി. അത് എന്ത് ചെയ്യണം? 25 ഹോൾ റൈസ് ടു 1/2 അല്ലെങ്കിൽ ജസ്റ്റ് നോർമലി റൂട്ട് ഇട്ട് എടുത്ത് √25 is equal to 5 എന്ന് കിട്ടി. So next question, limit x by tends to 0, 0 x square minus x by divided by root x minus root y. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ കോഷൻ റൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് √x minus root y എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് 0 ഡിനോമിനേറ്റർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, അതൊരു ഇൻകൺസിസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതായത് നമുക്കതൊരു തിയറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോർമലി ഡിനോമിനേറ്റർ 0 വരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഒരു വാല്യൂ, അതായത് √x മൈനസ് √y ആകുമ്പോൾ √x പ്ലസ് √yനെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് ഇത് കിട്ടും രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും x² മൈനസ് xy ഡിവൈഡ് ബൈ √x മൈനസ് √y ഇൻറ്റു √x പ്ലസ് y ഡിവൈഡ് ബൈ √x പ്ലസ്, അതായത് x² മൈനസ് xy ഇൻറ്റു √x പ്ലസ് √y ഡിവൈഡ് ബൈ √x മൈനസ് √y ഇൻറ്റു √x പ്ലസ് √y. ആൻഡ് അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? ഇവിടെ x² മൈനസ് xy നമുക്ക് x ഇൻറ്റു x മൈനസ് y എഴുതി കൂടെ, ആൻഡ് ഇൻറ്റു √x പ്ലസ് √y. ആൻഡ് ഇതെന്താണ്? സ്ക്വയർ ആണല്ലോ, അതായത് √x മൈനസ് a മൈനസ് b ഇൻറ്റു a പ്ലസ് b, അതായത് a² മൈനസ് b² ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടും? √x ഇൻറ്റു സ്ക്വയർ x മൈനസ് √y ഇൻറ്റു സ്ക്വയർ y, അപ്പോൾ x മൈനസ് y. ദെൻ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ രണ്ട് ഈക്വൽ ആയിട്ട് രണ്ട് വാല്യൂ കിട്ടി, x മൈനസ് വൈയും x മൈനസ് വൈയും കിട്ടിയത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ x ഇൻറ്റു √x പ്ലസ് √y കിട്ടി. അതിനെയാണ് നമ്മൾ വീണ്ടും ലിമിറ്റ് ചെയ്യുന്നത്. ലിമിറ്റ് x by tends to 0, 0 x ഇൻറ്റു √x പ്ലസ് √y. എന്താ നോർമലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 0 ആയിട്ട് മൂന്ന് വേരിയബിളും വരിക, x √x √y 0 ആയിട്ട് വരിക, ഈക്വൽ ടു 0. സോ ഇനി കണ്ടിന്യൂറ്റി ആണ് വരുന്നത്. സോ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ നോക്കുക. ഫംഗ്ഷൻ f(x, y) is continuous at a point x0, y0. 3 കണ്ടീഷനാണ് വരുന്നത്. ഒരു x0, y0 എന്ന ഒരു പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്ന്, എഫ് ഇസ് ഡിഫൈൻഡ് അറ്റ് x0, y0. എഫ് x0നും y0നും ഡിഫൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കണം. ആൻഡ് ലിമിറ്റ് xy ടെൻസ് ടു x0, y0 f(x, y) എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അതായത് f(x, y) x0ഉം y0 അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ആയിരിക്കണം. ആൻഡ് അല്ലെങ്കിൽ ലിമിറ്റ് xy ടെൻസ് ടു x0, y0 f(x, y) എക്സിസ്റ്റ് ആയിരിക്കണം. ആൻഡ് തേർഡ് റൂൾ എന്ന് പറയുന്നത് ലിമിറ്റ് xy ടെൻസ് ടു x0 f(x, y) ഈക്വൽ ടു f(x0, y0). അതായത് ഈ ഒരു ലിമിറ്റ് ഈ എഫിനെ x0, y0 എഫിനെ ഡയറക്റ്റ് ചെയ്യുന്നത്, അതായത് f(x0, y0) ലിമിറ്റ് xy ടെൻസ് ടു x0, y0 f(x, y) ഈക്വൽ ആയിരിക്കണം. ഈ 3 റൂൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഈ ഫംഗ്ഷൻ ആ ഒരു പോയിന്റ് കണ്ടിന്യൂസ് ആണെന്ന് പറയും. ആൻഡ് എല്ലാ പോയിന്റിലും ഇതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് if it is continuous at every point of its domain. ഒരു ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിനും ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ കണ്ടിന്യൂസ് എന്ന് പറയും. ഓക്കെ, അതേ കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ ഇൻറ്റീരിയർ പോയിന്റും ബൗണ്ടറി പോയിന്റും ബാധകമാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിലും, അതായത് കണ്ടിന്യൂസിൻ്റെ ഡെഫിനേഷൻ ലിമിറ്ററി പോയിന്റ് ബൗണ്ടറി പോയിന്റിലും ഇൻറ്റീരിയർ പോയിന്റിലും എല്ലാം തന്നെ അപ്ലൈസ് ആണ്, അല്ലെങ്കിൽ അത് ബാധകമാണ്. ആൻഡ് സംസും ഡിഫറൻസും പ്രൊഡക്ഷൻ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ തിയറം വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസും, അതായത് രണ്ട് ഫംഗ്ഷൻ്റെ പ്ലസ് ചെയ്യുന്നു മൈനസ് ചെയ്യുമ്പോഴൊക്കെ എന്താണ്, ആ ഓരോ ഫംഗ്ഷൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ
സം റൂളിലൊക്കെ പറഞ്ഞു എൽ പ്ലസ് എം എൽ മൈനസ് എം ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അത് അങ്ങനെ വരുന്നുണ്ട് തന്നെ ഒരു രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഫംഗ്ഷൻ്റെ സംസ് ഡിഫറൻറ്റ് പ്രൊഡക്റ്റ് കോൺസ്റ്റൻസ് മൾട്ടിപ്പിൾ കോഷ്യൻ്റ് എല്ലാം തന്നെ എന്താണ് കണ്ടിന്യൂസ് ആയിരിക്കും. In particular, polynomials and rational functions of two variables are continuous at every point at which they are defined. പോളിനോമിയൽസും റാഷണൽ ഫങ്ഷൻസും ടു വേരിയബിൾസ് ഇരുന്ന പോളിനോമിയൽസും റാഷണൽ ഫങ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും at which they are defined. ഓക്കെ, അതായത് ഈ രണ്ട് ഫംഗ്ഷൻസ് പോളിനോമിയൽ ഫംഗ്ഷൻ റാഷണൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ പോയിന്റ്സിലും തന്നെ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ലിമിറ്റ് എന്തെങ്കിലും അതിൽ എക്സിസ്റ്റ് ചെയ്യും, പിന്നെ രണ്ട് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് പോളിനോമിയൽസും റാഷണൽ ഫംഗ്ഷൻസും എല്ലാ അത് ആ പോയിന്റ് ഡിഫൈൻ ചെയ്യുന്ന എല്ലാ വാല്യൂസിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് ഒരു ഫംഗ്ഷൻ z എന്ന് പറയുന്ന ഒരു മൾട്ടി എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ആൻഡ് w എന്ന് പറയുന്നത് g ഓഫ് z, അതായത് z എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വരുന്ന ഒരു ഫംഗ്ഷനാണ് w. അതല്ല എന്നുണ്ടെങ്കിൽ w എന്ന് പറയുന്നത് z-ൻ്റെ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. അതായത് w is equal to g of z, അതായത് w is equal to g of f of x y ആണ്. ആൻഡ് ആ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന ഈ റേസ്റ്റ് എക്സ് മൈനസ് വൈ എന്നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ തന്നെ ഈ റേസ്റ്റ് എക്സ് മൈനസ് വൈയും കണ്ടിന്യൂസ് ആണ്. ആൻഡ് എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ കോസ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ആൻഡ് 1 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ln of 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ ln of 1 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 2xy divided by x square plus y square when xy not equal to 0 0 and 0 when xy equal to 0 0 is continuous at every point except the origin. സോ ഈ ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് എക്സെപ്റ്റ് ദ ഒറിജിൻ, അതായത് ഒറിജിൻ അല്ലാത്ത എല്ലാ പോയിന്റിലും ഈ പോയിന്റ് കണ്ടിന്യൂസ് ആണെന്ന് ഷോ ചെയ്യലാണ്. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒറിജിനിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഒറിജിൻ അല്ലാത്ത പോയിന്റ്സ് കണ്ടിന്യൂസ് ആകുന്നത്. നമുക്ക് ഈ ഒരു ഫംഗ്ഷന് ഒറിജിൻ അല്ലാത്ത എല്ലാ ഭാഗത്തും 2xy ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വന്നുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് സംഖ്യയാണ്. ആൻഡ് ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് തന്നെ എക്സ് വൈയിൽ 0 0 അല്ലാത്ത വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 0 ആയിട്ടുള്ള എല്ലാ വാല്യൂസ് ഇട്ട് കൊടുത്താലും ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ 2xy ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ നിന്ന് നമുക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതൊരു റേഷണൽ ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാ പോയിന്റും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊരു റേഷണൽ ഫംഗ്ഷൻ കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം, അല്ലേ? നമ്മൾ നേരത്തെ പോയിന്റ്സിൽ പറഞ്ഞ പോലെ തന്നെ. ആൻഡ് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഒറിജിനൽ കണ്ടിന്യൂസ് ആവുന്നുള്ളത്. അപ്പോൾ ഒറിജിനൽ കണ്ടിന്യൂസ് ആകുമ്പോൾ at 0 0 the value of f is defined, but f we claim has no limit as xy tends to 0 0. The reason is that different ways of approach to the origin can lead to different results, as we will now see. അപ്പോൾ 0 0യിൽ എക്സ് വൈ എഫ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 0 എന്നുള്ള വാല്യൂ കിട്ടുന്നുണ്ട്, റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ എഫ് ഓഫ് എക്സ് വൈനെ 0 എന്നുള്ള പോയിന്റിൽ മാത്രമാണ് എഫ് ഓഫ് എക്സ് വൈ 0 വരുന്നത്. എക്സ് വൈ 0 0 എന്ന് മാത്രം. ആൻഡ്
അപ്രോച്ച് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് എക്സ് നോട്ടിൻ്റെയും വൈ നോട്ടിൻ്റെയും വാല്യൂ ഒരിക്കലും 0 ആയിരിക്കില്ല. 0 അല്ലാത്ത അതിനോട് അടുത്തിട്ടുള്ള വേറെ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 0 ആയിട്ടുള്ള പോയിന്റ്സിൽ വരുന്ന ഈ ഒരു ഫംഗ്ഷനാണ് 2xy ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിലാണ് നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2xy ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ നമുക്ക് മറ്റു രീതിയിൽ ആദ്യം ഇത് നോക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പ്ലെയിനകത്ത് ഒരു പോയിന്റാണ് വരുന്നത്. ആ പോയിന്റിന്റെ y വാല്യൂവിനെ നമുക്ക് y is equal to mx എന്ന് പറയാൻ പറ്റും. കാരണം ഒരു ലൈനിലെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ y is equal to mx എന്ന് എഴുതുക. m എന്ന് പറയുന്നത് വേറെ ഏതൊരു വാല്യൂ ആണ്. ഓക്കെ, വേറെ ഏതൊരു വാല്യൂവിൽ y is equal to mx എന്നുള്ളത് നമ്മുടെ ആ ഒരു പോയിന്റിലെ y വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ y is equal to mx എന്നുള്ളതിനെ f of x y ഇട്ട് കൊടുക്കുകയാണ്. 2xy ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ y is equal to mx ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? 2x into mx divided by x square plus mx whole square. അടുത്ത് എഴുതുമ്പോൾ 2m into x square divided by x square plus m square into x square is equal to 2m divided by 1 plus m square എന്ന് കിട്ടും. ഓക്കെ, f of x y നെ y is equal to mx ഇട്ട് കൊടുക്കുമ്പോൾ 2m divided by 1 plus m square എന്ന് കിട്ടി. So therefore f has this number as its limit as xy crosses 0 0 along the line, and ഇതിൽ നമ്മൾ xy tends to 0 0 ഇട്ട് കൊടുത്തു. along y is equal to mx. y is equal to mx എന്ന് പറഞ്ഞാൽ പാത്തിൽ ആ ലൈനിൻ്റെ പാത്തിലൂടെ കൂടെ പോകുമ്പോൾ xy tends to 0 0 നമ്മൾ ഇട്ട് കൊടുത്തു, ലിമിറ്റ് ഇട്ട് കൊടുത്തു. ആൻഡ് ലിമിറ്റ് xy tends to 0 0 നമ്മുടെ y is equal to mx. y is equal to mx എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈനിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2m divided by 1 plus m square ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു ലിമിറ്റ് അവിടെ ചേഞ്ച് ആകും. കാരണം 2m divided by 1 plus m square എന്ന് പറയുമ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് എക്സ് വൈ എന്ന് പറഞ്ഞ് രണ്ട് വേരിയബിളൂടെ യൂസ് ചെയ്യുന്നില്ല, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2m divided by 1 plus m square ആയിരിക്കും. ഓക്കെ, ആൻഡ് നമ്മൾ മറ്റേതിലിട്ടുണ്ട് 2xy divided by x square plus y square എന്ന് പറഞ്ഞ് നേരിട്ടുള്ള പാത്തിലൂടെ നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഏകദേശം 0 ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഒരു പാത്തിലൂടെ പോകുമ്പോൾ 0 വരും, വേറൊരു പാത്തിലൂടെ പോകുമ്പോൾ 2m divided by 1 plus m square ആണ് കിട്ടുന്നത്. ഇപ്പോൾ രണ്ട് പാത്തിലൂടെ പോകുമ്പോൾ രണ്ട് വാല്യൂസ് കിട്ടുന്നു, ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതിന് ലിമിറ്റ്സ് എക്സിസ്റ്റ് ചെയ്യാൻ തന്നെ റൂൾ ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല, അല്ലെങ്കിൽ 0 0യിൽ എഫ് കണ്ടിന്യൂസ് ആവില്ല. ഓക്കെ, ദെൻ അത് വെച്ചിട്ട് വരുന്നൊരു തിയറി അല്ലെങ്കിൽ ഡെഫിനേഷനാണ് the two-part test for the non-existence of a limit. If a function f of xy has different limit along two different paths as xy approaches xy x0, then limit xy tends to x0 y0, f of xy does not exist. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു ഫംഗ്ഷനെ x0 y0 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്തിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിമിറ്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് എക്സ് വൈ നോട്ട് എഫ് ഓഫ് എക്സ് എന്നൊന്നും ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. അത് എക്സിസ്റ്റ് ചെയ്യും. Functions of more than two variables, definition of limits. നേരത്തെ പറഞ്ഞ നമ്മൾ ഇതിൽ പറഞ്ഞത് 2 വേരിയബിളിൽ വരുന്ന ഫംഗ്ഷൻസിൻ്റെ ഉണ്ടായിരുന്നു ലിമിറ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂറ്റി പറഞ്ഞിരുന്നത്. അതെല്ലാം തന്നെ അതിൽ വരുന്ന ഡെഫിനിഷൻസും റൂൾസും എല്ലാം തന്നെ മോർ ദാൻ 2 വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻസിലും ബാധകമാണ്. അല്ലെങ്കിൽ ആ ഫംഗ്ഷൻസ് ആ റൂൾസ് എല്ലാം തന്നെ മോർ ദാൻ 2 വേരിയബിൾസിൽ വരുന്ന ഫംഗ്ഷൻസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ln of x plus
വൈ പ്ലസ് സെറ്റ് വൈ ഇൻറ്റു സൈൻ സെറ്റ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 എന്നൊക്കെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച എൽ ഓഫ് എക്സ് പ്ലസ് വൈ ഒരു കണ്ടിന്യൂസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്താണ് എൽ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റും കണ്ടിന്യൂസ് ആയി, കാരണം ഒരു കോമ്പോസ്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ റൂട്ട്സ് എല്ലാം തന്നെ ഇതിനും ബാധകമാണ്. നമ്മൾ ലിമിറ്റ് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വി റേസ് ടു എക്സ് പ്ലസ് സെറ്റ് ഡിവൈഡ് ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് കോസ് ഓഫ് എക്സ് പ്ലസ് എക്സ് വൈ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് അല്ലാത്ത ലിമിറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ കാണാൻ പറ്റുന്നത്. നമ്മൾ നോർമലി 2 വേരിയബിൾ ചെയ്യുന്ന ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി പോലെ തന്നെ നമുക്ക് മോർ ദാൻ 2 വേരിയബിൾ വരുന്ന ഫംഗ്ഷൻസിൻ്റെയും ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി കാണാൻ പറ്റും.